ഹായ് ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരു വാട്ട ഈറ്റിനിടെ ചെയ്യാൻ, പക്ഷേ അതെനിക്ക് മൊത്തം ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുട്ടിക്ക് പനിയൊക്കെ ആയിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. എൻ്റെ യാത്ര മിക്കപ്പോഴും ഹോസ്പിറ്റലൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വീട് വിട്ട് യാത്രയെന്ന് പറയുന്നത് കൂടുതലും അമ്പലത്തിൽ ഇങ്ങനെ ഹോസ്പിറ്റലുമാണ്. ഈ 2025 തുടങ്ങിയിട്ട് ആദ്യം മുതൽ ഈ നിമിഷം വരെ ഹോസ്പിറ്റലാണ് കേട്ടോ. ഒന്നും പറയണ്ട, മൂത്ത ആൾക്കും ഇളയാൾക്കും പിന്നെ എനിക്കും ഒക്കെ വയ്യായികയായി. പിന്നെ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ യൂറിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു 2-2.5 മണിക്കൂറോളം താമസിക്കുമായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മൂത്താളും കൂടി അവിടെ തന്നെ മൂത്താളെയും കൊണ്ടാണ് പോയത്. അപ്പോൾ കുഞ്ഞുമായിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ബോറടിച്ചിരിക്കുമായിരുന്നു ആൾ. പിന്നെ ഞങ്ങൾ കട്ട്ലേറ്റും സോഡ സർബത്തൊക്കെ കുടിക്കാൻ പോയി. തണുപ്പില്ലാത്ത കേട്ടോ മേടിച്ചു കൊടുത്തത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി കണ്ടിട്ടുണ്ടായിരുന്നു, അതുമില്ല. അവളായിട്ടുള്ള വീഡിയോ എടുത്തില്ല, ഫോട്ടോ എടുത്തായിരുന്നു. അപ്പോൾ റിസൾട്ട് മേടിക്കാൻ നേരം അതെല്ലാം വഴി പോയപ്പോഴത്തേനും DYFIക്കാർ ജനങ്ങളിൽ നിന്നും ചോറുപൊതി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വണ്ടാനം ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പൊതി ഞങ്ങൾക്കും കിട്ടിയായിരുന്നു. കഴിച്ചു. വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ എനിക്കത്. അപ്പം നല്ലതാണ് അങ്ങനെ കൊണ്ട് കൊടുക്കുന്നത്. കാര്യം വിശന്ന് വലഞ്ഞിരിക്കുന്ന എത്രയോ ജനങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും പരിപ്പൂടം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇളയാൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും മീൻകറി, രസം, സാമ്പാർ ഇതെല്ലാം കൂട്ടി കഴിച്ചു. രാത്രി ആയപ്പോഴത്തേനും പിന്നെ പിള്ളേർക്ക് വീണ്ടും അസുഖങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ടാറ്റാ ബൈ ബൈ. സീ യു.